നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ ഇത് എവിടെ പോയി കിടക്കുക? ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാഴ്ചകൾ കാണുമ്പോ പിന്നെ എന്ത് ചെയ്യാൻ നോക്കുക ചേട്ടാ? ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്ത് കാഴ്ചയാ നീ കണ്ടത്? ജയ നമ്മൾ വിചാരിച്ചതിനും ഒരുപാട് മാറിപ്പോയി ചേട്ടാ. എടി നീ കാര്യം എന്താന്ന് വെച്ചാ പറ. ജയ ഭാവനയ്ക്ക് സിന്ദൂരം തൊട്ടു കൊടുക്കുന്നു, സ്പെഷ്യൽ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നു. എനിക്കറിയില്ല ചേട്ടാ, അവളെ അങ്ങ് ആകാശം മുട്ട ഉയർത്തി വെച്ചിരിക്കുക. അപ്പൊ കാര്യങ്ങളൊക്കെ നമ്മുടെ കൈ വിട്ടുപോയി എന്നർത്ഥം. അതെ, ഉറപ്പായിട്ടും കൈവിട്ടു പോയി. നമ്മുടെ മോളിപ്പോ അവരോടൊപ്പം ആണല്ലോ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല ചേട്ടാ. പിന്നെ നമ്മൾ എങ്ങോട്ട് പോകാനാ? കടം കുറച്ച് വീട്ടിൽ നിന്നല്ലാതെ നമുക്കായിട്ട് എന്തെങ്കിലും കിട്ടിയോ? പിന്നെ എന്ത് ചെയ്യാനാ അജേട്ടന്റെ പ്ലാൻ? നല്ലൊരു തുക നമുക്ക് വേണ്ടി ചെലവാക്കിയിരിക്കുമ്പോ ഈ വീടിനെ കുറിച്ച് ഇനി മിണ്ടാൻ പോലും പറ്റില്ല. അതും ശരിയാ. എല്ലാം കൊണ്ട് ഇപ്പൊ പെട്ടിരിക്കുന്നത് നമ്മളാ. ഇവരുടെ കമ്പനിയിൽ എനിക്കും കൂടെ ഒരു പോസ്റ്റ് തന്നിരുന്നെങ്കിലേ തൽക്കാലം പിടിച്ചു നിൽക്കാമായിരുന്നു. വെറുതെ ആവശ്യമില്ലാത്ത മോഹങ്ങളൊന്നും വേണ്ട. നമ്മുടെ മോക്ക് ഇവിടെ ഉള്ള ജോലിയും കൂടെ നഷ്ടപ്പെടാതിരുന്നാ മതിയായിരുന്നു. ജയ ഇങ്ങനെ മാറിയ സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടല്ലേ പറ്റൂ. എടി, എന്റെ ബലമായ സംശയം ഭാവന യഥാർത്ഥത്തിൽ ഗർഭിണിയാണോ എന്നാ, അതോ ഇനി ഗർഭിണിയായിട്ട് അഭിനയിക്കുന്നതാണോ? അങ്ങനെ അഭിനയിക്കേണ്ട കാര്യം എന്താ? അവള് ഗർഭിണി തന്നെയാ. വിശ്വസിക്കാൻ പറ്റത്തില്ലടി. ചിലപ്പോ ജയയുടെ സിമ്പതി പിടിച്ചു പറ്റാൻ അഭിനയിച്ചതാണെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അഭിനയിച്ചാൽ എത്ര നാൾ അഭിനയിക്കുക ചേട്ടാ? അല്ലെങ്കിൽ നമ്മളെ പോലെ ആരെയും പറ്റിക്കാനൊന്നും ഭാവന നിൽക്കൂല. അപ്പൊ നമ്മളൊക്കെ പറ്റിപ്പുകാരാണെന്ന് അർത്ഥം. സംശയമുണ്ടോ? അതല്ലേ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നേ. നോക്കൊന്നും വേണ്ട, സത്യസന്ധമായി ജീവിച്ചുകൊണ്ടിരുന്ന എന്നെ കൂടി ഈ ഗതി കൊണ്ട് എത്തിച്ചത് ആരാ പിന്നെ? എടി, അതൊക്കെ നമ്മുടെ ഗതികേട് കൊണ്ടല്ലേ. നീ ഇതിപ്പോ വിളിച്ചു പറയുന്ന എന്തിനാ? അതും വേണമല്ലോ. വെറുതെ അതും ഇതും പറഞ്ഞ് വഴക്കുണ്ടാക്കാതെ അടുത്ത പ്ലാൻ എന്താന്ന് വെച്ചാൽ ഇങ്ങോട്ട് പറ. എനിക്കായിട്ടൊന്നും പറയാനില്ല. മുമ്പോട്ട് ജീവിക്കണമെങ്കിൽ കൈ കാശ് വേണം. അതിനെന്താ മാർഗം നോക്ക്. നീ സമാധാനപ്പെട്. എന്തെങ്കിലും ഒരു വഴി നമ്മുടെ മുമ്പിൽ തെളിയും. അതുവരെ നമുക്ക് ഇങ്ങനെ ഇവിടെ കഴിഞ്ഞു പോകാം. വീണ്ടും ആ പഴയ റിയൽ എസ്റ്റേറ്റിന്റെ പണി തുടങ്ങിയാൽ എന്താന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്നാലേ കയ്യിൽ എന്തെങ്കിലും കാശ് വരും. അതൊക്കെ ഏട്ടന്റെ ഇഷ്ടം. ഇനി ഇവിടെ നിന്ന് ഒരു കാശും കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അങ്ങനെ അജയൻ പിന്മാറില്ല. നോക്കട്ടെ എന്നെ കൊണ്ടെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോന്ന്. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യണം മായേ. എന്തുകൊണ്ടും ഭാവന ഇവിടെ കുറച്ചു ദിവസം വന്ന് നിൽക്കുന്ന നല്ലത്. സൂര്യേട്ടനെ വിട്ടിട്ട് ഭാവനേശ് വരുമെന്ന് തോന്നില്ല അമ്മേ. അമ്മേ, ആദ്യത്തെ 2-3 മാസം നല്ലോണം ശ്രദ്ധിക്കണം. ഒന്നാമതേ ഭാവനയുടെ ശരീരം നല്ല വീക്കാ. ആക്സിഡന്റ് കഴിഞ്ഞ് ഭാഗ്യം കൊണ്ടല്ലേ നമുക്ക് അവളെ തിരിച്ചു കിട്ടിയത്. അത് മാത്രമല്ല മായേ, എനിക്കെന്തോ ജയനിർമ്മലെ അത്ര വിശ്വാസമില്ല. അവളെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ടോന്ന് എങ്ങനെ അറിയാൻ പറ്റും? അമ്മ എന്ത് തീരുമാനിച്ചു? അമ്മ പറയുന്നത് ഭാവന ഇവിടെ കൊണ്ട് നിർത്താനാ. അതല്ലേടാ നല്ലത്. ഒന്നാമതേ ജയനിർമ്മല അവിടെ സുഖമില്ലാതിരിക്കല്ലേ. അതിന്റെ കൂട്ടത്തിൽ ഭാവനയും കൂടെ അവിടെ. അത് പറ്റത്തില്ല. എന്തായാലും സൂര്യേട്ടനെ വിളിച്ചൊന്ന് സംസാരിക്കാമേ. അത് വേണ്ട, നേരിട്ട് പോയി സംസാരിച്ചാൽ മതി. ഫോണിലൂടെ പറയുമ്പോൾ അത് ഗൗരവമായിട്ട് എടുക്കത്തില്ല. എന്നാ നേരിട്ട് പോയി സംസാരിക്കാം. എന്തായാലും അവളെ നമ്മളോടൊപ്പം വിടാതിരിക്കില്ല. അമ്മേ, ഈ 4-5 മാസം നല്ല ശ്രദ്ധ വേണമെന്നല്ലേ പറയുന്നേ? അല്ലെങ്കിൽ അവളുടെ ആരോഗ്യത്തെ ബാധിക്കത്തില്ലേ? അത് തന്നെയാടാ എന്റെയും പേടി. മായ പറഞ്ഞതുപോലെ ആ ആക്സിഡന്റിന് ശേഷം അവൾക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകളുണ്ട്. അതിനിപ്പോ ഇനി കുറച്ച് ആയുർവേദ മരുന്നുകൾ കഴിച്ചാലേ ശരിയാവത്തുള്ളൂ. എന്നാ പിന്നെ താമസിക്കണ്ടമ്മേ, നമുക്ക് പോയി അവളെ കൂട്ടിക്കൊണ്ടുവരാം.
കുട്ടിക്കാലത്ത് ഞാൻ നടുവിടിച്ച് വീണിട്ടുണ്ട്. ആ വീഴ്ചയുടെ പ്രത്യാഘാതം എന്റെ എല്ലാ മക്കളെയും ഗർഭിണിയായിരിക്കുമ്പോൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ മരിച്ച് ജീവിച്ചു വന്ന എന്റെ മോളുടെ അവസ്ഥയോ? അത് ശരിയാ സേതുട്ടാ. സ്വന്തം വീട്ടിലാവുമ്പോ ഭാവനെ നമുക്ക് നോക്കാൻ പറ്റും. അവിടെ ആരാ നോക്കാനുള്ളത്? ഭാവന തന്നെ എല്ലാം ചെയ്യേണ്ടി വരും. അമ്മേ, എന്നാ പിന്നെ നമുക്ക് പോയി ആന്റിയോടും സൂര്യയോടും സംസാരിച്ചാലോ? സൂര്യ എന്തായാലും കൊണ്ടുവരാനല്ലേ പറയത്തുള്ളൂ. ആ ആന്റി എതിർക്കാൻ സാധ്യത കുറവാ. അവർക്കും ഭാവനേച്ച് ഒഴിഞ്ഞു പോകുന്നതായിരിക്കും ഇഷ്ടം. ഭാവനയും അവളുടെ വയറ്റി വളരുന്ന കുഞ്ഞിന്റെയും നല്ലതിനു വേണ്ടി നമ്മൾ അവളെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണം. ഭാവനേച്ച് ഒരു പക്ഷെ വരാൻ കൂട്ടാക്കിയില്ലെങ്കിൽ പ്രയോഗിക്കാനുള്ള അടുത്ത ഐഡിയയും കൂടി കണ്ടുവച്ചോ. അങ്ങനെയൊന്നും വേണ്ടി വരത്തില്ല ബാനു. ഭാവന മനസ്സ് വെച്ചാൽ ഒരു പ്രശ്നമില്ലാതെ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റും. തൽക്കാലം ആന്റിയുടെ സഹായത്തിന് മാനസ അവളുടെ അമ്മയുണ്ടല്ലോ. അതിപ്പോ സൂര്യക്ക് എപ്പോഴും ഭാവനയുടെ അടുത്തിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മോനെ എതിർപ്പൊന്നും പറയില്ല. ഹ, അമ്മേ, എതിർപ്പ് പറഞ്ഞാൽ അമ്മ സംസാരിക്കണം. എല്ലാ പെൺകുട്ടികളും ഇതുപോലുള്ള അവസ്ഥ വന്ന സ്വന്തം വീട്ടിലല്ലേ വന്നിക്കത്തുള്ളൂ. ഇതൊക്കെ നാട്ടുനടപ്പാണ്. ഇതിപ്പോ നമുക്ക് ഒരു വാശി വേണ്ട സേതു. നമ്മൾ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവര് ഭാവനയെ നമ്മളോടൊപ്പം അയച്ചാൽ മതി. എന്തായാലും പോകുമ്പോ നമുക്ക് സംസാരിക്കാമേ, എന്നിട്ട് തീരുമാനിക്കാം എന്താ വേണ്ടത്. അമ്മേ, എന്നാ പിന്നെ ഒട്ടും താമസിപ്പിക്കണ്ട, നാളെ തന്നെ അങ്ങ് പോവാം. ഭാവന ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് നമ്മളൊന്ന് പോയോലില്ലല്ലോ. ഇതാകുമ്പോ ഒന്ന് പോയെന്ന് പോവാം, ഭാവനെ വിളിക്കുകയും ചെയ്യാം. എടാ, ഭാവനയ്ക്ക് വിശേഷമുണ്ടെന്ന് വല്യച്ഛനെയും വല്യമ്മയും വിളിച്ച് പറയണ്ടടാ. പിന്നെ പറയണ്ടമ്മേ, ഈ വിവരം അറിയുമ്പോൾ വല്യച്ഛനും വല്യമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവും. പഴയ വല്യച്ഛനും വല്യമ്മയായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഭാനു, ഒരാൾ നല്ല മനസ്സോടെ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോ അവരുടെ പഴയ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കരുത്. അത് ശരിയല്ല. നല്ല സമയവും ചീത്ത സമയവും എല്ലാവരുടെയും ജീവിതത്തിൽ കാണും. അമ്മ തന്നെ വല്യച്ഛനും വല്യമ്മയും വിളിച്ച് പറഞ്ഞാൽ മതി. എന്നിട്ട് നിങ്ങൾ നാളെ തന്നെ പോവാൻ നോക്ക്. അമ്മേ, എന്നാ പിന്നെ മാമനെയും മാമിയും കൂടെ വരാൻ പറയാം. അവർക്ക് സന്തോഷാവുമല്ലോ. അത് വേണോ മായേച്ചി? ചിലപ്പോ ആ ആന്റിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? എല്ലാവരുടെയും ഇഷ്ടം നോക്കി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ബാനു. ഞാൻ പറഞ്ഞേ ഉള്ളൂ. അമ്മ എന്തായാലും മാമനെ വിളിച്ചൊന്ന് കാര്യം പറയും. വിളിക്കാം. ആ ഗായത്രി. ആ ഏട്ടത്തി, ഏട്ടനില്ലേ? ഉണ്ടല്ലോ. എന്തു പറ്റി? സംസാരത്തിൽ തന്നെ ഒരു സന്തോഷം തോന്നുന്നുണ്ടല്ലോ. ഗായത്രിയാ? അതെ ഏട്ടത്തി. ഏട്ടത്തി, ഫോണൊന്ന് സ്പീക്കർ ഫോണിലിടുവോ? എനിക്കൊരു സന്തോഷ വാർത്ത പറയാനാ. പിന്നെന്താ, ഒരു മിനിറ്റേ. ആ പറഞ്ഞോ ഗായത്രി, സ്പീക്കറിലാ. ഏട്ടാ, ഏട്ടത്തി, ഭാവനയ്ക്ക് വിശേഷമുണ്ട്. ഏ? ആണോ? നേരാണോ? ഈശ്വര, അവന് നമുക്ക് നല്ലത് വരുത്തണേ. അതെ, അപ്പൊ സൂര്യൻ നിലത്തൊന്നും ആയിരിക്കില്ലല്ലേ? അത് പിന്നെ അങ്ങനെയാണല്ലോ ഏട്ടാ, സന്തോഷം കാണാതിരിക്കുവോ? അപ്പോ ജയനിർമ്മലയുടെ ആഗ്രഹത്തിന് ഭാവന പച്ചക്കൊടി കാണിച്ചു അല്ലേ? അതെ ഏട്ടത്തി, ഈശ്വരൻ എന്റെ മോൾക്ക് നല്ലത് വരുത്തിയാ മതിയായിരുന്നു. അവക്ക് ഒരു കുഴപ്പവും വരില്ല. എത്രയും പെട്ടെന്ന് ജയക്ക് പേരക്കുട്ടിയെ കാണാനൊരു ഭാഗ്യം കിട്ടിയില്ലേ? അതെ ഏട്ടത്തി, എന്റെ പേടിയോ അതാ. ഗായത്രി, ജയ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്നത് ഇനിയായിരിക്കും. എന്റെയും പ്രതീക്ഷ അതാ. ഇതോടെ എന്റെ മോൾക്കൊരു പുതിയ ജീവിതം കിട്ടിയാ മതിയായിരുന്നു. ഉള്ളത് പറയാലോ ഗായത്രി, ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ അവളെ കാണാൻ തോന്നുക. ഇപ്പൊ അവളുടെ മുഖത്തെ ആ സന്തോഷം കാണാൻ എന്ത് രസമായിരിക്കും. അതെ ഏട്ടാ, അവള് നല്ല സന്തോഷത്തിലാ. ചെക്കപ്പ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഇവിടെ കേറിട്ടാ പോയത്. അത് നന്നായി ഗായത്രി. സ്വന്തം അമ്മയെ കണ്ട അനുഗ്രഹം വാങ്ങിക്കുന്നതിനേക്കാൾ ഭാഗ്യം വേറെ ഒന്നുമില്ല. ഏട്ടത്തി, നമുക്ക് എല്ലാവർക്കും കൂടി അവളെ അവിടെ പോയൊന്ന് കാണണ്ടേ? പിന്നെ പോവണ്ടേ? ഉറപ്പായിട്ടും ആരെങ്കിലുമൊക്കെ പോയി വന്നു ഇരിക്കണം. സ്വന്തം വീട്ടുകാരുടെ സാന്നിധ്യം എപ്പോഴും മാനസികമായിട്ട് അവക്ക് സന്തോഷം നൽകും.
അതെ, അത് തന്നെ അവക്ക് വേണ്ടതും. എന്തായാലും നാളെ ഞങ്ങൾ അങ്ങോട്ട് വരാം, വന്നിട്ട് സംസാരിക്കാം. എന്നിട്ട് നമുക്ക് പോകുന്ന കാര്യം തീരുമാനിക്കാം. ശരി ഏട്ടതി, ഞാനപ്പോ വെച്ചേക്കട്ടെ ഫോൺ. ശരി, ഗുഡ് നൈറ്റ്. ശരി. പാപ്പേട്ട, ഭാവനയ്ക്ക് വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ മനസ്സിനൊരു സന്തോഷം. അതേ ജാനകി, പല്ലവിക്ക് പോലും ഇങ്ങനൊരു വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞാൽ ഇത്രയും സന്തോഷം നമുക്ക് തോന്നില്ല. അതെ പാപ്പേട്ട, ഭാവനയുടെ മനസ്സിന്റെ നന്മയാ നമ്മളെ കൊണ്ട് പോലും ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത്. ദൈവം അവൾക്കൊരു നല്ല ജീവിതം കൊടുക്കും പാപ്പേട്ട. അതേ ജാനകി, ഒരു കോടീശ്വരന്റെ ഭാര്യയായിട്ടും പഴയ ഭാവനയിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം നമ്മൾ അവളിൽ കണ്ടോ? അതാണ് അവളിൽ നിന്ന് നമ്മളൊക്കെ പഠിക്കേണ്ടത്. നേരെ പാപ്പേട്ട, മറ്റു വല്ലവരും ആയിരുന്നെങ്കിൽ പെരുമാറ്റം മാത്രമല്ല, വേഷം പോലും മാറി ആഡംബരത്തിലേക്ക് പോകുമായിരുന്നു. അതാണ് ഭാവന. സൂര്യയും ജയനിർമ്മലയും അനുവാദം കൊടുത്താൽ ഇനി അവള് നേഴ്സായിട്ട് ജോലിക്ക് പോകും. അതാ അവളുടെ മനസ്സ്.